ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കൊച്ചുബേബിയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ ഹൃദയത്തിലേക്കാണ്, ഇടുക്കി. എല്ലാവരും ഇടുക്കിയിലേക്ക് പോകുന്നത് വലിയ മലനിരകളും മഞ്ഞുമൊക്കെ കാണാനായിരിക്കും. എന്നാൽ ഇന്നത്തെ എൻ്റെ യാത്ര അങ്ങനെയല്ല കേട്ടോ. വലിയ തിരക്കുകളോ ആൾക്കൂട്ടമോ ഒന്നുമില്ലാത്ത, എന്നാൽ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റൂട്ടിലൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. തൊടുപുഴയിൽ നിന്ന് തുടങ്ങി നാടുകാണി ചുരം കയറി കുളമാവ് ഡാമിന് മുകളിലൂടെ ചെറുതോണിയും ഇടുക്കിയും കട്ടപ്പനയും ഒക്കെ കടന്ന് കുട്ടിക്കാനം വരെയുള്ള ഒരു ചെറിയ യാത്ര. മൂലമറ്റം കഴിഞ്ഞ് നമ്മൾ നാടുകാണി ചുരം കയറി തുടങ്ങുകയാണ്. ഇവിടെ സൈഡിൽ വലിയ വ്യൂ പോയിന്റുകളൊന്നും ഇല്ലെങ്കിലും ഈ വളവുകളും പിന്നെ ഈ ചുരം റോഡിന് നടുവിലുള്ള ആ ഫേമസ് ആയിട്ടുള്ള വഴിക്കിണറിൻ്റെയൊക്കെ ഓരത്തുകൂടിയുള്ള ഈ യാത്രയുണ്ടല്ലോ, പൊളി വൈബാണ്. ചില യാത്രകൾ ലക്ഷ്യസ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ആ യാത്രയുടെ സുഖത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ റൂട്ട് അതുപോലെ ഒന്നാണ്. ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ചുരം പാതയാണ് ഈ നാടുകാണി ചുരം. ആകെ 12 ഹെയർപിൻ വളവുകൾ കയറി വേണം അങ്ങ് മുകളിലെത്താൻ. അതിലെ 5ാമത്തെ ഹെയർപിൻ വളവിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ കിണറുള്ളത്. പണ്ട് റോഡ് നിർമ്മിക്കുന്ന സമയത്ത് ഈ കിണർ ഇവിടെ തന്നെ നിലനിർത്തിയാണ് റോഡ് പണിതത്. കുത്തനെയുള്ള മലഞ്ചെരുവുകളിൽ ഇങ്ങനെ ഒരു കിണർ സത്യം പറഞ്ഞ ഒരു അത്ഭുതം തന്നെയാണ്. ഇത് മൂടാത്തതിന് പിന്നിലെ പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ് പറയപ്പെടുന്നത്. ഒന്നെന്ന് പറയുന്നത് ഈ റോഡിന്റെ നിർമ്മാണകാലം മുതലുള്ള ചരിത്രപ്രധാനമായ പ്രാധാന്യം നിലനിർത്തുക എന്നത്. പണ്ട് കാലത്ത് കാൽനടയായിട്ടും കാളവണ്ടിയിലുമൊക്കെ ഈ ചുരം വഴി പോകുന്ന യാത്രക്കാർക്കും കന്നുകാലികൾക്കും ഒക്കെ ദാഹം തീർക്കാൻ തടസ്സമില്ലാതെ വെള്ളം കോരുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. രണ്ടാമതായിട്ട് ഇതിലേക്ക് വെള്ളം എത്തുന്നത് പാറകൾക്കിടയിലുള്ള ഉറവകളിൽ നിന്നായതിനാൽ പ്രകൃതിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ജലസ്രോതസ്സിനെ അതിന്റെ തനിമയോടെ നിലനിർത്താൻ നാട്ടുകാരും അധികൃതരും ഒക്കെ താല്പര്യപ്പെടുന്നു എന്നുള്ളതും ഒരു കാരണമാണ്. ആകെ 12 ഹെയർപിൻ വളവുകൾ കയറി വേണം അങ്ങ് മുകളിൽ നാടുകാണിയിലെത്താൻ. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. മൂലമറ്റം പവർ ഹൗസിന്റെയും മൂലമറ്റം ടൗണിന്റെയും ഒക്കെ ഒരു ഏരിയൽ വ്യൂ കിട്ടുന്ന പോയിന്റ്. അങ്ങനെ നമ്മളിപ്പോൾ വളവുകൾ കയറി 9ാമത്തെ ഹെയർപിൻ ബെൻഡ് കഴിഞ്ഞു കേട്ടോ. ഇവിടാണ് പ്രശസ്തമായ തുമ്പച്ചി കുരിശുമലയുള്ളത്. വഴിയരികിൽ ബോർഡുകളൊക്കെ ഉണ്ട്. അവിടെ സന്ദർശിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വണ്ടി ഒന്ന് ഒതുക്കി പോയി വരാവുന്നതാണ്. മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ അവിടെ നിന്നുള്ളത്. ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ഈ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇവിടെ മുകളിൽ ഐ ബട്ടണിലും പിന്നെ എൻ്റെ സ്ക്രീനിലും ഒക്കെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ചുമ്മാ ഒന്ന് കണ്ടു നോക്കിയാരെ. അങ്ങനെ തുമ്പച്ചിയും പിന്നിട്ട് നേരെ മുന്നോട്ടേക്ക്. ഇനി 3 ഹെയർപിൻ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നാടുകാണി എത്തി. അവിടുന്ന് നേരെ കുളമാവിലേക്ക്. അങ്ങനെ നമ്മളിപ്പോ നാടുകാണിക്ക് മുകളിലെത്തിയേ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ചുരം റോഡിൽ നിന്ന് കുറച്ച് അകത്തേക്ക് മാറിയിട്ടാണ് വ്യൂ പോയിന്റ് പവലിയൻ ഉള്ളത്. റോഡിൽ ബോർഡൊക്കെ ഉണ്ടാകും. അത് നോക്കി ഒരു ചെറിയ കയറ്റം കയറി ഇങ്ങനെ എത്തിയാൽ ഇവിടെ എത്തും കേട്ടോ. 25 രൂപ കൊടുത്ത് ഇവിടെ ടിക്കറ്റ് എടുക്കണം ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാൻ. മൂലമറ്റം ടൗണിന്റെയും അതിന് പുറകിലുള്ള മലനിരകളുടെയും ഒക്കെ വിശാലമായ ഒരു താഴ്വര. ഇവിടെ നിന്നിങ്ങനെ താഴെ മൂലമറ്റം ടൗണിനെ നോക്കി നിൽക്കുമ്പോഴുണ്ടല്ലോ, കൃത്യമായി അടുക്കി വെച്ച കെട്ടിടങ്ങളും ആ ചെറിയ വീടുകളും ഒക്കെ ഉണ്ടല്ലോ, ശരിക്കും ഒരു മിനിയേച്ചർ സെറ്റ് പോലെ തോന്നും. അതിനിടയിൽ ആ വലിയ മരങ്ങൾക്കൊക്കെ ഇടയിലായിട്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അണ്ടർഗ്രൗണ്ട് പവർ ഹൗസിന്റെ ഒക്കെ ഭാഗങ്ങൾ കാണാം. ചുറ്റുമുള്ള മലയുടെ ഉള്ളിലാണ് ആ പവർ ഹൗസ് ഇരിക്കുന്നത് ഓർക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു അത്ഭുതമാണ്. ഇനി ഇതിനെല്ലാം പിന്നിലായിട്ട് കാണുന്ന ആ മലനിരകൾ കണ്ടോ, ആരോ അലക്ഷ്യമായിട്ട് വരച്ചു വെച്ച ഒരു ചിത്രം പോലെ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആ മലകളെ തഴുകി പോകുന്ന പുകമഞ്ഞു കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ, അതൊരു വേറെ ലെവൽ ഫീല് തന്നെയാണ്. അങ്ങനെ ഇവിടെ നിന്ന് ആ കാഴ്ചകളൊക്കെ മനോഹരമായി ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ്റെ വരവ്, മഴയുടെ. നിങ്ങൾ മൂലമറ്റം പവർ ഹൗസിൽ മഴ പെയ്യുന്ന ദൃശ്യം മുകളിൽ നിന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ലേല് ചുമ്മാ ഒന്ന് കണ്ടോ. പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ചുമ്മാ നോക്കിക്കോ. പെട്ടെന്നെത്തിയ ഈ മഴയ്ക്കുണ്ടല്ലോ ഒരു പ്രത്യേക രസമുണ്ട്. അങ്ങ് താഴെ പച്ചപ്പിലേക്ക് പെയ്തിറങ്ങുന്ന മഴനൂലുകൾ ഒരു വെളുത്ത കമ്പിളിപ്പുതപ്പ് കൊണ്ട് ഈ താഴ്വാരത്തെ മൊത്തത്തിൽ അങ്ങ് പെട്ടെന്ന് മൂടിക്കളഞ്ഞ് പുതുമഴയുടെ ആ ഒരു ഗന്ധമുണ്ടല്ലോ, അത് അനുഭവിച്ചതിനറിയണം കേട്ടോ. ഇനി അങ്ങോട്ട് നമ്മുടെ യാത്ര നേരെ കുളമാവ് ഡാമിലേക്കാണ്. നല്ലൊരു മഴ കിട്ടിയതുകൊണ്ട് ഇനിയുള്ള ആംബിയൻസ് വേറെ ലെവലായിരിക്കും. ഒരു 5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് കുളമാവ് ഡാമിലേക്ക്.
അങ്ങനെ മഴയൊക്കെ നനഞ്ഞ് ചുട്ടുപഴുത്ത് കിടന്ന റോഡൊക്കെ ഒന്ന് നൈസായിട്ട് തണുത്തിട്ടുണ്ട്. വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ മെല്ലെ ഒന്ന് താഴ്ത്തി നല്ല ഫ്രഷ് എയർ ശ്വസിച്ചുകൊണ്ടുള്ള ഈ യാത്രയുണ്ടല്ലോ, അതൊരു വല്ലാത്ത ജാതി ഫീല് തന്നെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ കുളമാവ് ഡാമിലേക്ക് എത്തിയിട്ടുണ്ട്. ഡാമിന്റെ ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കരുതെന്ന് പ്രത്യേകം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളായിട്ട് അനുസരണക്കേട് കാണിക്കണ്ടായല്ലോ എന്ന് കരുതിയിട്ട് അതൊന്നും ഞാൻ എടുത്തിട്ടുമില്ല. അതീവ സുരക്ഷയിലുള്ള ഏരിയ ആണ് കേട്ടോ ഈ ഇടുക്കി ഡാം എന്ന് പറയുന്നത്. വെറുതെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് പണി വാങ്ങാൻ നിൽക്കരുത്. അങ്ങനെ ഡാമിന് മുകളിലൂടെ വണ്ടി ഓടിച്ച് നമ്മൾ ഇപ്പുറത്തെത്തി. വണ്ടി ഇവിടെ സൈഡിൽ ഒതുക്കി. ഇതൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ, കിളിവള്ളി വ്യൂ പോയിന്റ് എന്ന് പറയും. നേരത്തെ ഇവിടെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. ഇതിൻ്റെ ഒരു സൈഡ് അഗാധമായ കൊക്കയും മറ്റേ സൈഡ് ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയൊക്കെയാണ്. നമുക്കറിയാം അഡ്വക്കേറ്റ് റസൽ ജോയിയെ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യവുമായിട്ട് സുപ്രീം കോർട്ട് വരെ പോയ ആളാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ വ്യൂ പോയിന്റിൻ്റെ ഈ കൊക്കയുടെ ഈ ഭാഗത്തുണ്ടല്ലോ, ഒരു മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഡാമിലെ വെള്ളം മുഴുവന് ഇതുവഴി ഒഴുകിപ്പോകില്ലേ എന്നാണ്. ഇതിന് നേരെ അങ്ങ് താഴെ കാണുന്നത് തൊടുപുഴയും വെള്ളിയാമറ്റവും ഒക്കെയാണ്. മുല്ലപ്പെരിയാറിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അത് ഇടുക്കി ഡാം താങ്ങിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ ഡാം ചിലപ്പോൾ താങ്ങുമായിരിക്കും, പക്ഷെ ഈ മൺതിട്ട താങ്ങുമോ എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം. അങ്ങനെ ആകാശത്ത് കരിമേഘങ്ങളൊക്കെ ഉരുണ്ടുകൂടിയ ഈ തണുപ്പുള്ള അന്തരീക്ഷത്തിൽ ഈ വലിയ ജലസംഭരണിയുടെ കാഴ്ചയുണ്ടല്ലോ, അതിമനോഹരമാണ്. വെള്ളമൊക്കെ കുറഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ കുന്നുകളുടെ ചരിവുകളിലെ ആ ചുവന്ന മണ്ണും പച്ചപ്പുമൊക്കെ വെള്ളവുമായിട്ട് ചേർന്ന് പ്രകൃതിയുടെ ഒരു മനോഹരമായ ചിത്രം പോലെയൊക്കെ തോന്നിക്കുന്നുണ്ട്. ചുറ്റിലും മലനിരകൾ, ശാന്തമായ കാറ്റ്, പിന്നെ ഈ തെളിനീർ തടാകം. ആഹാ, സ്വർഗം മാമാ സ്വർഗം. അങ്ങനെ അവിടുന്ന് നേരെ വണ്ടിയെടുത്ത് ഇനി ചെറുതോണി ഡാമിലേക്ക്. കുളമാവിൽ നിന്ന് ചെറുതോണിയിലേക്ക് ഒരു 23 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. ഒരു 3/4 മണിക്കൂർ യാത്ര. റോഡിന് ഇരുവശവും കാടായതിനാൽ ഇത്തിരി പതുക്കെയൊക്കെ പോയാൽ മതി. വളവുകളും തിരിവുകളും ഒക്കെ ഉള്ള ഒരു പക്ക ത്രില്ലിംഗ് ഡ്രൈവാണ് ഈ റൂട്ട്. ഈ റൂട്ട് ശരിക്കും ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്കുണ്ടല്ലോ ഒരു സ്വർഗമാണ്. റോഡരികിലെ സൈൻ ബോർഡുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, എലിഫന്റ് ക്രോസിംഗ് ബോർഡുകളൊക്കെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആനകൾ ധാരാളമുള്ള ഏരിയ ആണെന്ന് അർത്ഥം. ചില സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ വലത്തെ സൈഡിലേക്ക് എത്തി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ഡാമിന്റെ റിസർവോയർ കാണാൻ പറ്റും. ഏകദേശം ഒരു 65 സ്ക്വയർ കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നതാണ് നമ്മുടെ ഈ ഇടുക്കി ഡാം എന്ന് പറയുന്നത്. അറിയാലോ, 3 ഡാമുകളുള്ള ഒരു വലിയ ജലസംഭരണിയാണ് നമ്മുടെ ഈ ഇടുക്കി ഡാം എന്ന് പറയുന്നത്. ആർച്ച് ഡാം, ചെറുതോണി ഡാം, പിന്നെ നമ്മളിപ്പോൾ കയറി വന്ന കുളമാവ് ഡാം. ഇതിൽ ആർച്ച് ഡാമിനും ഈ കുളമാവ് ഡാമിനും ഷട്ടറുകളില്ല. ചെറുതോണിക്ക് മാത്രമേ ഷട്ടർ ഉള്ളൂ എന്നുള്ള കാര്യവും എല്ലാവർക്കൊക്കെ അറിയാമല്ലോ. ഇതിൽ മൂലമറ്റം പവർ ഹൗസിലേക്ക് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വെള്ളം എത്തിക്കുന്നത് നമ്മുടെ കുളമാവ് ഡാമിനടുത്ത് നിന്നാണ്. ഡാമിൽ വെള്ളം നിറയുമ്പോൾ ഷട്ടർ തുറന്ന് വെള്ളമൊക്കെ നിയന്ത്രിക്കുന്നത് ചെറുതോണി ഡാമാണ്. വാർത്താ ചാനലുകളിലെയൊക്കെ മിന്നും താരമാണ് ഈ ചെറുതോണി ഡാം എന്ന് പറയുന്നത്. പിന്നെ ആർച്ച് ഡാം ഏഷ്യയിലെ വലിയ ആർച്ച് ഡാം എന്ന പദവിയും. അങ്ങനെ ഒരു ജലസംഭരണിയുടെ തന്നെ 3 ഡാം ഓരോരോ പ്രത്യേകത. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത്. അങ്ങനെ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് ഗൈസ്. Oh my God, ആന is coming. കാട്ടിലെ കൊമ്പൻ, കേരള സർക്കാരിന്റെ കൊമ്പൻ ഇടുക്കി സിവിൽ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഇടുക്കിയിലേക്ക് എത്താറായിട്ടുണ്ട്. ഇവിടെ ബോർഡുണ്ട്, ചെറുതോണി 4.5 കിലോമീറ്റർ, ഇടുക്കി ഡാം 6.5 കിലോമീറ്റർ, വൈശാലി വ്യൂ പോയിന്റ് 1.8 കിലോമീറ്റർ. അങ്ങനെ ഇടുക്കിയുടെ മടിത്തട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ പ്രകൃതി ആകെ മാറുന്നത് പോലെ കൂറ്റൻ പാറക്കെട്ടുകളും ഒരു ചെറിയ തണുപ്പും കുളിരുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് വെള്ളാപ്പാറ ജംഗ്ഷൻ. ഇവിടെ ഡാമിനകത്ത് ബോട്ടിംഗ് നടത്താനുള്ള ടിക്കറ്റ് കൗണ്ടർ കാണാം. ഒരാൾക്ക് 178 രൂപയാണ് ചാർജ് വരുന്നത്. മിനിമം ഒരു 10 പേരെങ്കിലും ഉണ്ടാകണം ബോട്ടിങ്ങിന്. വൈകിട്ട് 4:45 ലാസ്റ്റ് ട്രിപ്പ് പോകുന്നത്. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ചെറുതോണി ഡാമിന് അടുത്തെത്താൻ പറ്റും. പക്ഷെ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ വഴി ക്ലോസ്ഡ് ആണ്. ചെറുതോണി ഡാം അപ്പോൾ കാണാൻ പറ്റില്ല എന്ന് ചുരുക്കം. എന്നാലും ചുമ്മാ കുറച്ച് ദൂരം പോയി വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കി ഈ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയൊക്കെ ഒന്ന് കണ്ട് മടങ്ങാൻ പറ്റും കേട്ടോ. മരങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മലയണ്ണാനും കുരങ്ങും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ചാടുന്നത് കാണാൻ പറ്റും.
അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നേരെ തിരിച്ച് വെള്ളാപ്പാറ ജംഗ്ഷനിൽ തന്നെ എത്തി. അവിടുന്ന് നേരെ ഇനി നമുക്ക് ചെറുതോണി പാലമൊക്കെ കയറി ആർച്ച് ഡാമിൻ്റെ അടുത്തേക്ക് പോകണം. നമ്മൾ ആദ്യം കണ്ട ആ വെള്ളാപ്പാറ ജംഗ്ഷനിലാണ് കൊലുമ്പൻ്റെ സ്മാരകം ഉള്ളത്. ഇടുക്കി ആർച്ച് ഡാം പണിത ആ മലയിടുക്കുകൾ കാട്ടിക്കൊടുത്തത് അദ്ദേഹമാണ്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഇനി ഈ വഴി വരുമ്പോൾ കാട്ടിത്തരാം. അങ്ങനെ ഇപ്പം നമ്മൾ ചെറുതോണി ടൗണിൽ എത്തിയിരിക്കുകയാണ്. ചെറുതോണി പാലമൊക്കെ ഒന്ന് പുതുക്കി പണിത് ഇപ്പം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഹൈറ്റൊക്കെ കൂട്ടി കൈവരികളൊക്കെ വെച്ച് അടിപൊളിയാക്കിയ പഴയ പാലം കാണണമെങ്കിൽ 2018 ഓഗസ്റ്റ് 11 പത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പാലത്തിൻ്റെ ആ പ്രശസ്തമായ ചിത്രം കാണാൻ പറ്റും. പാലം മുങ്ങുന്നതിന് മുമ്പ് NDRF ജവാന് ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് പാലം മുറിച്ച് കിടക്കുന്ന ഒരു ചിത്രം. ഈ പാലത്തിന് മുകളിലൂടെയൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഇപ്പോഴും മനസ്സിലേക്ക് വരുവേ. അങ്ങനെ ചെറുതോണി പാലവും കയറി നേരെ ഇടുക്കി ആർച്ച് ഡാമിൻ്റെ മുന്നിലുള്ള ഗ്രൗണ്ട് ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണേ. ആർച്ച് ഡാമിന് മുകളിൽ കയറാൻ എല്ലാ ദിവസവും സൗകര്യം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളിവിടെ എത്തുമ്പോൾ നേരത്തെ കണ്ട ആ ബോട്ടിംഗ് കൗണ്ടറിലോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം വരാൻ. ഞാൻ എന്തായാലും ഡാമിൻ്റെ മുകളിലേക്കൊന്നും കയറുന്നില്ല, കാരണം സുരക്ഷാ കാരണങ്ങളാൽ അവിടെ ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കാൻ അലൗഡ് അല്ല. അപ്പം നമുക്ക് അതിന് താഴെയുള്ള ഗ്രൗണ്ട് മതി. ആ ഗ്രൗണ്ടിൽ നിന്ന് ആർച്ച് ഡാമിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കി 2 ഫോട്ടോ പിടിക്കണം പോകണം. ഇടുക്കിക്ക് ഇടുക്കി എന്ന് പറയാനായിട്ടൊരു ടൗൺ ഇല്ല കേട്ടോ. ഈ കാണുന്ന ചെറുതോണിയും പൈനാവും ആർച്ച് ഡാമും ഒക്കെ ചേർന്നതാണ് ഇടുക്കി ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വയനാടും കുട്ടനാടും ഒക്കെ പോലെ തന്നെ. അങ്ങനെ ഇപ്പം നമ്മൾ ആ ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഗ്രൗണ്ടും ആ ആർച്ച് ഡാമും ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, എല്ലാവരുടെ മനസ്സിൽ വരുന്നത് മഹേഷിൻ്റെ പ്രതികാരം സിനിമയിലെ ആ ഒരു വിഷ്വൽസ് ഒക്കെ ആയിരിക്കും. എന്തായാലും ഇനി ഈ ഗ്രൗണ്ടിൽ കിടന്ന് കുറച്ച് ചാടി തിമിർത്തിട്ടേ പോകുന്നുള്ളൂ. നമ്മുടെ പ്രായത്തിന് പറ്റിയ കുറേ കുരുപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അവന്മാരുടെ കൂടെ ചുമ്മാ ഒന്ന് കളിച്ചേച്ച് വരാം. IPL തുടങ്ങിയ സ്ഥിതിക്ക് അജയ് ചേട്ടൻ ബോൾ എറിയുന്നു. എറി കൊച്ചനെ പറപ്പിക്കരുത്. ചെറുക്കൻ 6 അടിച്ച് കളഞ്ഞ്. അജയ് ചേട്ടൻ്റെ എയർ നോക്കട്ടെ. 16. അജയ് ചേട്ടൻ ബാക്ക് എറിയടാ മോനെ. കൊച്ചി ഇറക്കൻ്റെ ബോൾ എറിഞ്ഞിട്ട് ദേ അങ്ങേര് അടിക്കുന്നില്ല, മുതുക്കൻ അടിക്കുന്നില്ല കേട്ടോ. ബോൾ കിട്ടാ കേട്ടോ, മുതുക്കൻ വിട്ടാ കേട്ടോ, ബോൾ വിട്ടാ കേട്ടോ. ഒരു കൊച്ചി ഇറക്കിന് ഇത് ബോൾ അടിക്കാൻ പറ്റുന്നില്ല. യെസ്, അങ്ങനെ ഒരു ബോൾ അടിച്ചിരിക്കുന്നു അജയ് ചേട്ടൻ. അങ്ങനെ ഒറ്റ ബോൾ അടിച്ചിരിക്കുന്നു. അതും അടുത്ത ബോളും അടിച്ചിരിക്കുന്നു. ഇങ്ങനെ കളിച്ച് IPL കയറാനുള്ള ഉദ്ദേശമാണ്. ഓ ചെറുക്കൻ്റെ ചെറുക്കൻ അത് മിസ്സാക്കിയിരിക്കുന്നു ഗൈസ്. ഇത് അടുത്ത ബോൾ. ഓ നൈസ്. മതി ബാ. ആവേശം മതി. ആള് കൊടുത്ത ബോൾ കിട്ടിയോ? അത് പഴയ ബോളാ. ബോൾ കളഞ്ഞ് അജയ് ചേട്ടൻ ബോൾ കളഞ്ഞ് പുതിയ ബോൾ മേടിച്ചു കൊടുക്കേണ്ടതാണ്. ഇടുക്കി വന്ന് ക്രിക്കറ്റ് കളിക്കുന്നു. അസുഖം നോക്കണേ. പത്തനംതിട്ടയിൽ ഇടുക്കി വന്ന്, അടൂരിൽ നിന്ന് ഇടുക്കി വന്ന്, അതും ഡാമിൻ്റെ തടി വന്ന് ക്രിക്കറ്റ് കളിക്കുന്നു കേട്ടോ. മോനെ പോളി. ബോൾ കളഞ്ഞ് അജയ് ചേട്ടൻ പുതിയ ബോൾ സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. നീ ഇട്ടുകൂടെ ഈ സാധനത്തിന് കിട്ടിയോടാ? അജയ് ചേട്ടൻ അങ്ങനെ ബോൾ മേടിക്കാനുള്ള പൈസ അയച്ചു തരുന്നു. അവനോട് 30 രൂപയുടെ പണ്ടത്തെ സ്റ്റെമ്പ് ഞങ്ങളെന്നാ പോട്ടെ. ഓക്കെ ബൈ. ബോള് മേടിച്ചോണം കേട്ടോ. എല്ലാരും അജയ് ചേട്ടൻ 100 രൂപ കൊടുത്തിരിക്കുന്നു. ഈ ബോൾ കളയാം. ഈ ബോൾ കളഞ്ഞ് പുതിയ ബോൾ മേടിക്കണോ? ഇത് കളഞ്ഞ് ഫുട്ബോളോ? അതിന് 2000 രൂപയാ. നിങ്ങളുടെ കൈ നിൽക്കത്തില്ല. 2000 രൂപ
അങ്ങനെ പിള്ളേരുടെ കൂടെ പന്തും കളിച്ച് അവന്മാരുടെ ബോൾ അടിച്ച് കാട്ടിലും കളഞ്ഞ് അവസാനം അതിന്റെ പൈസ അവന്മാർ കുത്തിനെ പിടിച്ച് മേടിച്ച് ഒരുവിധം അവിടുന്ന് തലയൂരിയപ്പോൾ വല്ലാത്തൊരു ജാതി സമാധാനമായി. എനിക്ക് എന്തിന്റെ കേടായിരുന്നു ആവോ. അങ്ങനെ ഇനി നേരെ കട്ടപ്പന കൂടി ചപ്പാത്ത് വഴി കുട്ടിക്കാനം കൂടി അടൂരിലേക്ക് നമുക്ക് തിരിച്ചെത്തണം. അങ്ങനെ പോകുന്ന വഴിക്ക് മുന്നിലെ ജീപ്പില് കുറച്ച് ടീംസ് ആടുന്നു, പാടുന്നു, ചാടുന്നു, രസിക്കുന്നു. അവർ അങ്ങനെ ആടട്ടെ, പാടട്ടെ, ചാടട്ടെ, രസിക്കട്ടെ. അവരുടെ പാട്ടുമൊക്കെ കണ്ടു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. ഇടുക്കിയിലെ മിക്ക റോഡുകളും ഒക്കെ പോലെ തന്നെ ഇതും ശരിക്കും ഒരു വിരുന്നാണ് കേട്ടോ. ഹൈ റേഞ്ചിന്റെ തനതായ സൗന്ദര്യം നമുക്കിവിടെ കാണാൻ പറ്റും. മലനിരകളുടെ ചരിവുകളിലെ തേയിലത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളും കടന്നാണ് നമ്മുടെ ഈ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടെ കാണുന്ന കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങളും മൂടൽമഞ്ഞും ഒക്കെ ഉണ്ടല്ലോ, ഈ യാത്രയുടെ വേഗത കുറയ്ക്കാൻ തോന്നിപ്പിക്കും. ഇടുക്കിയുടെ ഹൃദയമിടുപ്പായ കട്ടപ്പനയിലേക്ക് അങ്ങനെ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൃഷിയും കഠിനാധ്വാനവും ഒക്കെ മുഖമുദ്രയാക്കിയ മലയോര ജനതകളുടെ ഒരു നഗരം. ഈ വഴിയിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ കവലയ്ക്കും ഓരോ കഥ പറയാനുണ്ടാകും. കുടിയേറ്റത്തിന്റെ ചരിത്രവും സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണവും ഒക്കെ കലർന്ന വഴികളാണ് ഇതൊക്കെ. അങ്ങനെ നമ്മൾ കട്ടപ്പന ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ കട്ടപ്പന. ഇടുക്കി ഡാം കണ്ടുവരുന്നവർക്ക് ഇവിടെ സ്റ്റേ അടിക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല വലിയൊരു ടൗൺ ആണ് ഈ കട്ടപ്പന എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റേ അടിച്ചിട്ട് മൂന്നാറിലേക്കും രാമക്കൽമേട്ടിലേക്കും വാഗമണ്ണിലേക്കും ഒക്കെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരിടമാണ് കേട്ടോ ഈ കട്ടപ്പന എന്ന് പറയുന്ന സ്പോട്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഓടി 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 ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലം എത്തി കേട്ടോ. ഈ കാണുന്നതാണ് ചപ്പാത്ത് എന്ന് പറയുന്നത്. വാർത്തകളിലൊക്കെ കേട്ട് നല്ല സുപരിചിതമാണ് എല്ലാവർക്കും. ചപ്പാത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ ആദ്യം വരുന്നത് മുല്ലപ്പെരിയാർ സമരമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ജനകീയ പ്രക്ഷോഭങ്ങളുടെ പ്രധാന വേദിയായിരുന്നു ഈ ചപ്പാത്ത് ജംഗ്ഷൻ. വർഷങ്ങളോളം നീണ്ടുനിന്ന സത്യാഗ്രഹ സമരങ്ങളൊക്കെ നടന്നത് ഇവിടെയാണ് കേട്ടോ. മുല്ലപ്പെരിയാർ ഡാം തുറക്കുമ്പോൾ ഇടുക്കി ഡാമിലേക്ക് വെള്ളം ഒഴുകുന്നത് ഈ ചപ്പാത്ത് വഴിയാണ്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ തുറക്കുമ്പോൾ അത് ബാധിക്കുന്ന ജനവാസ മേഖല കൂടിയാണ് ഈ ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ ചപ്പാത്ത് വരെ എത്തിയിരിക്കുകയാണ്. നല്ല ക്ഷീണമുണ്ട്. ഇവിടെ നിർത്തി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വേണം ഇനി യാത്ര തുടരാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടുക്കിയുടെ വഴികളിലൂടെയുള്ള യാത്രയെന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ വീഡിയോയിൽ കണ്ടാലോ വാക്കുകളിൽ വർണ്ണിച്ചാലോ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് ഇങ്ങനെ വന്ന് കണ്ടു തന്നെ ആസ്വദിക്കണം. നിങ്ങൾ KSRTCയിലോ പ്രൈവറ്റ് ബസ്സിലോ ഒക്കെ ചുമ്മാ ഒന്ന് കയറി ഈ റൂട്ടിലൂടെയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ അറിയാം ഈ നാടിൻ്റെ സൗന്ദര്യം എന്താണെന്നുള്ളത്. ചുറ്റും മലകളും കോടയും മഞ്ഞും മഴയും മരവും ഒക്കെ കൂടി ഒരു അടിപൊളി വൈബ് തന്നെയാണ് ഇവിടൊക്കെ. മലനിരകളുടെയും തേയിലത്തോട്ടങ്ങളുടെയും ഒക്കെ നടുവിലൂടെ വീണ്ടും വണ്ടി ഓടിച്ച് അങ്ങനെ നേരെ നമ്മളിപ്പോൾ ഏലപ്പാറയിൽ എത്തിയിരിക്കുകയാണ്. ഈ ഏലപ്പാറ ടൗണിൽ നിന്ന് തിരിഞ്ഞിട്ടാണ് വാഗമണ്ണിലേക്ക് പോകേണ്ടത്. നമ്മൾ വാഗമണ്ണൊന്നും പോകുന്നില്ല, നേരെ ഇനി നമുക്ക് പോകേണ്ടത് കുട്ടിക്കാനത്തേക്കാണ്. കുട്ടിക്കാനം എത്തിയപ്പോഴേക്കും നല്ല രാത്രിയായിട്ടുണ്ട്. കുട്ടിക്കാനം ടൗണിലെ വൈബ് എപ്പോഴും നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. ഞാൻ എൻ്റെ മിക്ക വ്ളോഗിലും കുട്ടിക്കാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് കോട വരും, ക്ലിയർ ആവും, പിന്നെയും കോട വരും, ക്ലിയർ ആവും, അങ്ങനെ റിപ്പീറ്റ്. അതാണ് കുട്ടിക്കാനം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അടൂരിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ ഈ ലോങ് ജേണി കുട്ടിക്കാനത്തെ ഈ മഞ്ഞിൽ ഈ തണുപ്പിൽ തൽക്കാലം അവസാനിക്കുകയാണ്. നാടുകാണി ചുരത്തിന്റെ ഭംഗിയും കുളമാവ് ചെറുതോണി ഡാമുകളുടെ ആ ഒരു ഗാംഭീര്യവും ഒക്കെ കണ്ടിട്ട് കട്ടപ്പനയും ചപ്പാത്തും ഒക്കെ പിന്നിട്ട് ഇവിടെ എത്തുമ്പോഴുണ്ടല്ലോ മനസ്സ് നിറയെ വന്ന വഴികളിലെ കാഴ്ചകളുടെ ഓർമ്മകളാണ്. ക്യാമറയിൽ പകർത്തിയത് കുട്ടിക്കാനം വരെയുള്ള കാഴ്ചകളാണെങ്കിലും ഇവിടുന്ന് തിരിച്ച് ഇനി അടൂരിലേക്കുള്ള ഈ ഡ്രൈവ് ഉണ്ടല്ലോ മനസ്സിനെ അടുത്ത യാത്രയ്ക്കായിട്ട് ഒരുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ യാത്രാവിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. യാത്രകൾ തുടരട്ടെ, കാഴ്ചകൾ നിറയട്ടെ. ഇറ്റ്സ് മീ കൊച്ചു ബേബി സൈനിങ് ഓഫ്. Goodbye.